അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും ഒക്കെ നല്ലൊരു പ്രീമിയം ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ വന്ന് കണ്ട ആൾക്കാരെല്ലാവരും നല്ല അഭിപ്രായമാണ്. അതെ, ടച്ച് ചെയ്യുമ്പോഴായാലും നല്ല നല്ല പ്രീമിയം ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇത് കാണാൻ വന്ന ആൾക്കാർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട, എല്ലാവരും ഇതെവിടുന്നാ, ഇതാരാ ചെയ്തത് അങ്ങനെ ചോദിച്ചിട്ടാണ് പോകുന്നത്. ചെയ്തിരിക്കുന്ന ഒരു ഷട്ടറുണ്ട്. ഷട്ടറിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ വീടുകളിലും ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ മിക്സി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് താഴെ മിക്സി വെക്കാം. അതുപോലെ തന്നെ ജാറും കാര്യങ്ങളൊക്കെ വെക്കാം. നമുക്കത് സ്ലൈഡ് ചെയ്ത് നേരെ പുറത്തോട്ട് വെക്കാം, വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ്. എത്ര വെയിറ്റ് വന്നാലും താഴോട്ട് പോകാത്ത രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നതിൻ്റെ അടിയിൽ നമുക്കൊരു വീല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീലുള്ളത് കാരണം നമ്മൾ താഴോട്ട് പോകില്ല, ഈ സ്ലൈഡറിന് കംപ്ലൈൻറ്റ് വരത്തില്ല, വെയിറ്റ് താങ്ങും. തിരിച്ച് നമ്മളിതുപോലെ അകത്തോട്ട് കയറ്റി വെക്കുന്നു, ഷട്ടർ ഇടുന്നു. നമുക്കിങ്ങനെ രണ്ട് തട്ടിലും അത്യാവശ്യം പാത്രങ്ങളും വലിയ പാത്രങ്ങളും ഒക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് അത്യാവശ്യം പാനൊക്കെ ഹാങ് ചെയ്തിടാം. അത് കൂടാതെ തന്നെ നമുക്ക് താഴത്തെ സ്പേസിലും പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ നോർമൽ എല്ലാ വീട്ടിലും ചെയ്യുന്നത് പോലുള്ള കട്ട്ലറി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ബോട്ടിൽ പുള്ളൗട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ഇവിടെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് പാത്രം വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലെയിൻ ബാസ്ക്കറ്റ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് പ്ലെയിൻ ബാസ്ക്കറ്റ്. അതുപോലെ തന്നെ താഴെ നമ്മൾ 2 പ്ലേറ്റും വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്ലേറ്റ് ഇതാണ്. പിന്നെ നമ്മൾ കബോർഡ് ചെയ്യുന്ന എല്ലാ വീട്ടിലും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഓപ്പൺ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വിങ്കർ ബാസ്ക്കറ്റ്. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ വെളുത്തുള്ളി, കൊച്ചുള്ളി, കിഴങ്ങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ എടുത്ത് വെക്കാം. അപ്പോൾ ഡോറിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ചീത്തയായി പോകും. ഒരു ദിവസം പോലും ചിലപ്പോൾ അതിനകത്തിരിക്കും, ഇതെല്ലാം പിറ്റേ ദിവസം ചീത്തയായി പോകും. ഇതാകുമ്പോൾ എയർ സർക്കുലേഷൻ കയറും, നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കിച്ചണകത്തെല്ലാം നമ്മൾ ഡോറിട്ട് അടച്ചു കഴിഞ്ഞാൽ ഈ സാധനം എവിടെ വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഇതിങ്ങനെ പുറത്തോട്ട് വലിക്കുക, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാനും വെക്കാനും പറ്റും. അപ്പോൾ ഇത്രയും സ്പേസും കൂടെ നമുക്ക് അതിനകത്തോട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് സാധനം വെക്കുന്നതുകൊണ്ട് നമുക്ക് കോർണറിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാധനം കൂടിയാണ് ഈ പാൻട്രി യൂണിറ്റാണ്. ഇത് ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിലും എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടാണ്. 12 തട്ട് വരുന്നുണ്ട്, 6 12 തട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ടിന്നിനകത്തുള്ള നമ്മുടെ പൊടി ഐറ്റംസുകളും ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഒരാൾ പാചകം ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരാൾ വന്ന് കാര്യം പറയുന്ന സമയത്ത് ഒന്ന് റെസ്റ്റ് എടുത്തിരുന്ന് കാര്യം പറയാം. നൈറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് എൻ്റെ വെട്ടവും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്.